നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം കാക്കാത്തുരുത്തി ബദർപള്ളിയിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് കുട്ടിക്കള്ളന്മാർ. തൃശൂരിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. പിടിയിലായത് പിതാവിന്റെ മരണവിവരമറിഞ്ഞ പ്രതി ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയപ്പോൾ. ദേശീയപാതയിൽ ചന്ദ്രാപ്പിന്നിയിൽ വാഹനാപകടം, സൈക്കിൾ യാത്രികൻ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം കാക്കാത്തുരുത്തി ബദർപള്ളിയിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ പിടിയിൽ. പിടിയിലായത് കുട്ടിക്കള്ളന്മാർ. ചളിങ്ങാട് കല്ലിപ്പറമ്പിൽ വീട്ടിൽ അഫ്സൽ എന്ന 19 വയസ്സുകാരൻ കൂട്ടുകാരനായ 16 വയസ്സുകാരനുമായ വിദ്യാർത്ഥിയുമാണ് പിടിയിലായത്. കാക്കാത്തുരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലെ മഹല്ല് ഖത്തീബിന്റെ മുറി കുത്തിത്തുറന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പണവും കവർന്ന കേസിലാണ് അറസ്റ്റ്. ഈ മാസം 9-നാണ് മോഷണം ഉണ്ടായത്. സംഭവ ദിവസം എല്ലാവരും ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ കയറിയ സമയം ഖത്തീബിന്റെ മുറിയുടെ വാതിൽ കമ്പി ഉപയോഗിച്ച് പൊളിച്ച് പ്രതി അഫ്സൽ അകത്തു കടക്കുകയായിരുന്നു. ഈ സമയം 1-ാം നിലയിലെ ഗോവണിയിൽ കൂട്ടുകാരനായ വിദ്യാർത്ഥിയെ കാവൽ നിർത്തിയാണ് കൃത്യം നടത്തിയത്. മോഷണം കഴിഞ്ഞ് ഉടനെ 3 പീടികയിലെത്തിയ ഇവർ കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്ത് പോവുകയും മോഷ്ടിച്ച ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഇവിടെ വിൽപ്പന നടത്തുകയുമായിരുന്നു. ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് അഫ്സൽ. ഈ കേസിൽ അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ വെറുതെ വിട്ടിരുന്നു. വെള്ളിയാഴ്ച കള്ളന്മാർ പിടിയിലാകാത്തതും കൃത്യം നടത്തുവാൻ ഇവർക്ക് പ്രേരണയായി. എറണാകുളത്ത് കെട്ടിട നിർമ്മാണം നടത്തുന്ന സ്ഥലങ്ങളിൽ തൊഴിലാളികളുടെ പണവും ഫോണുകളും കവരുന്നിടത്ത് നിന്നാണ് അഫ്സൽ മോഷണം തൊഴിലാക്കുന്നത്. പിതാവും മാതാവും വിവാഹമോചിതരായതിനാൽ ഇടയ്ക്ക് പിതാവിന്റെ വീടായ ചളിങ്ങാടും പഠനാവശ്യാർത്ഥം എറണാകുളം ഞാറയ്ക്കലുമാണ് പ്രതിയുടെ താമസം. ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി മോഷണം പതിവാക്കിയിരുന്നത്. 1.5 ലക്ഷം രൂപ വില വരുന്ന ഡ്യൂക്ക് ബൈക്കാണ് അഫ്സൽ ഉപയോഗിക്കുന്നത്. കൊടുങ്ങല്ലൂർ CI NS സലീഷ്, മധുരകം SI MK ഷാജി, സീനിയർ CPMമാരായ മുഹമ്മദ് റാഫി, മുഹമ്മദ് അഷ്റഫ്, ഗോപി, ബിജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂരിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. പിടിയിലായത് പിതാവിന്റെ മരണവിവരമറിഞ്ഞ പ്രതി ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയപ്പോൾ. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ദിലീപ് സമ്മതിച്ചതായി ക്രൈംബ്രാഞ്ച് പറഞ്ഞു. സൗദി അറേബ്യയിലെ മദീനയിൽ മോട്ടോർ പമ്പ് മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്നു ദിലീപ്. നാട്ടിലെത്തിയാൽ പിടിക്കപ്പെടുമെന്ന അടുത്ത ബന്ധു വിവരമറിയിച്ചതായും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞു തന്നെയാണ് നാട്ടിലെത്താൻ തീരുമാനിച്ചതെന്നും മൊഴി കൊടുത്തതായും സൂചനയുണ്ട്. എംബസി വഴി പിടിയിലാകുമെന്നും ഗൾഫ് പോലീസിന്റെ പിടിയിലായാൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും വിവരം നൽകി ക്രൈംബ്രാഞ്ച് ദിലീപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സജിയിൽ നിന്നും 2 തവണയായി 40,000 രൂപ പലിശയ്ക്ക് കൈപ്പറ്റിയിരുന്നു. പലിശ കൃത്യമായി നൽകിയിരുന്നുവെങ്കിലും ഒരു ഓണക്കാലത്ത് സജി മൊത്തം തുകയും ഒന്നിച്ച് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്നാണ് മൊഴി. 5 വർഷം മുമ്പ് കാണാതായ മണ്ണുത്തി ഒല്ലൂക്കര സ്വദേശി കൊച്ചിവീട്ടിൽ KK സജിയുടെ മൃതദേഹമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് കണ്ടെടുത്തത്. കേസിൽ നേരത്തെ സംശയിച്ചിരുന്ന ദിലീപിനെ 2010-ൽ മണ്ണുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് സജിയുടെ ഭാര്യയുടെ പരാതിയിൽ 2012-ൽ കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചാണ് സജിയുടേത് കൊലപാതകമാണെന്നും ഇതിൽ ദിലീപിന് പങ്കുണ്ടെന്നും കണ്ടെത്തിയത്. ഇതിനിടയിലാണ് ദിലീപ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന കിഴക്കേക്കോട്ട ആമ്പക്കാട് ജംഗ്ഷനിലെ കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും സജിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. 4 വർഷം മുമ്പ് ഗൾഫിലേക്ക് പോയ ദിലീപ് പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നില്ല. കേസിൽ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് ദിലീപിനെ നാട്ടിലെത്തിക്കുവാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളുടെ പിതാവിന്റെ യാദൃച്ഛിക മരണം സംഭവിച്ചത്. മരണവിവരമറിഞ്ഞ് നാട്ടിലെത്തിയ ദിലീപിനെ അന്വേഷണ സംഘം വിമാനത്താവളത്തിൽ കാത്തിരുന്നാണ് പിടികൂടിയത്. ഇതിനിടെ മൃതദേഹം കൊലപാതകത്തെ തുടർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ ക്രൈംബ്രാഞ്ചിന് ഇന്നലെ കൈമാറി. മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിൽ മാരകമായ ആയുധം കൊണ്ട് തലക്കേറ്റ വെട്ടാണ് മരണകാരണമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർന്ന് കേസ് കൊലപാതകമായി ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു. ഒരാഴ്ചയ്ക്കകം പൂർണ്ണ റിപ്പോർട്ട് കൈമാറും. അവശിഷ്ടങ്ങൾക്കൊപ്പം കണ്ടെത്തിയ കൊന്തയും ഷർട്ടും പരിശോധിച്ച മൃതദേഹാവശിഷ്ടം സജിയുടേത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും സ്ഥിരീകരിക്കുവാനുള്ള ശാസ്ത്രീയ പരിശോധന ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല. ചന്ദ്രാപ്പിന്നിയിൽ ദേശീയപാതയിൽ സൈക്കിളിൽ നിന്നും വീണയാളുടെ ദേഹത്ത്
ബൈക്ക് ഇടിച്ച് മരിച്ചു. ചന്ദ്രാപിന്നി കണ്ണനാകുളം സ്വദേശി തോട്ടുങ്ങൽ രാംദാസ് ആണ് മരിച്ചത്. 87 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 ചന്ദ്രാപിന്നി സെന്ററിലായിരുന്നു അപകടം. തൃപ്പയാർ പോളി കോളേജിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്. വെള്ളാങ്ങല്ലൂർ സ്വദേശികളായ പൂവത്തുംകടവിൽ സജീവന്റെ മകൻ നിഖിൽ, പുഴക്കടവ് തിലകന്റെ മകൻ ഗോകുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടികയിലെ ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ദ്വിദിന ക്യാമ്പിന് സമാപനമായി. ജൈവ പച്ചക്കറി കൃഷിക്ക് ഊന്നൽ നൽകിയ ക്യാമ്പ് ഏറ്റവും നല്ല കർഷകരാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ രമേശ് ബാബുവിന്റെ NSS ഓറിയന്റേഷൻ ക്ലാസ്സോടെയാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് സീന രാജഗോപാലും ക്ലാസ് നയിച്ചു. സമാപന ദിവസമായ ചൊവ്വാഴ്ച സ്കൂൾ PTA എക്സിക്യൂട്ടീവ് മെമ്പറും ജൈവ കർഷകനുമായ ഹനീഷ് കുമാറിന്റെ ചന്ദ്രാപിന്നിയിലെ പോളി ഫാം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വിവിധ കൃഷിരീതികളെക്കുറിച്ചും ഹനീഷ് കുമാർ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി. NSS ദ്വിദിന ക്യാമ്പിന്റെ സമാപനം PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. VHSE പ്രിൻസിപ്പാൾ PS സിനി, NSS പ്രോഗ്രാം ഓഫീസർ PV ശാലിനി എന്നിവരും സംസാരിച്ചു. പുതിയകാവ് ഇൽഫത്ത് വിമൻസ് കോളേജിൽ സ്പോർട്സ് ഡേ ആഘോഷിച്ചു. രാവിലെ 9:30 ഫ്ലാഗ് മാർച്ചോടെ ആരംഭിച്ച പരിപാടി കേരള സ്പോർട്സ് കൗൺസിൽ കോച്ചും കേരള യൂണിവേഴ്സിറ്റി കോച്ചുമായ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇൽഫത്തുൽ ഇസ്ലാം സഭ പ്രസിഡന്റ് MK അബ്ദുൽ ഖാദർ ഹാജി അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ VK ബഷീർ മാസ്റ്റർ, EMB അബ്ദുല്ല സാഹിബ്, ഷെറിൻ മുജീബ് എന്നിവരും സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. ഇടവേള.